ഒച്ച ഒന്ന് കുറച്ച് വെക്കുവായി. എന്താണിത് പച്ചക്ക് കേൾക്കണത്? ഒരെണ്ണം അടിക്കുന്ന സാധനം വെക്ക. വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിച്ചേ ചിലട്ടങ്ങള്. ഇതാണ് സലാം കൈപ്പേരി. ഒന്നടിച്ചാ ഒന്ന് ഫ്രീ. ഗ്ലാസ്. ശിവ, സൈറ്റിലെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയെന്നൊരു ചെറിയ സംശയം. ഇടിവെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർത്തതാ. ഓഫ് ചെയ്തിക്ക. ഇനിയിപ്പോൾ ഓഫ് ചെയ്തില്ലെങ്കിൽ എന്താണ്? ഇടിമിന്നില്ലായിട്ടൊന്നും പോകാനൊന്നുമില്ലല്ലോ. പണി കിടക്കണ കെട്ടടമല്ലേ. എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. ദേ തുടങ്ങി. നിങ്ങളെ തൂപ്രതർ സ്ഥലം എന്നല്ല വിളിക്കേണ്ടത്. ഇങ്ങനെ എനിക്ക് സംശയ സ്ഥലം എന്ന് വിളിക്കേണ്ട കോപ്പ് ഇങ്ങനെ ഉണ്ട് ഒരു സംശയം. ഇല്ലടാ, നാളെ ഫൈനലാണ്. എടാ, ഇവിടെ എല്ലാവരും നല്ല ഒടുക്കത്തെ പ്രാക്ടീസിലാ. അതേടാ, ഈ കൊല്ലത്തെ സോണൽ ട്രോഫി ഞങ്ങൾ പൊക്കും മോനെ. ആ കാണാടാ, കാണാം. മഴയത്താണോ പോകുന്നേ? പോവാണോ? ഒരു തവണയും കൂടി റിഹേഴ്സൽ ചെയ്തിട്ട് പോവാം പ്ലീസ്. നടക്കൂല മോളെ, അപ്പൻ ഒറ്റയ്ക്ക അറിയാലോ. അവള് പൊക്കോട്ടടാ, അല്ലെങ്കിൽ ഇപ്പൊ കോർട്ട് മാർഷൽ നടക്കും. മോളെ നൂറെ, അപ്പന് ഞാൻ ചെന്നിട്ട് വേണം വല്ലതും വെച്ച് വിളമ്പി കൊടുക്കാൻ. അതെങ്ങനെ? 4 നേരം ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് ഒരു കൂസലവില്ലാതെ വെട്ടി വിഴുങ്ങുന്ന നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോട്ടെ. നല്ല മഴയും കുളിരും. പിന്നെ ആ പെണ്ണിനെയും വെച്ചോണ്ട് ഒരു പാട്ടുണ്ടായിരുന്നല്ലോ സജി. പെണ്ണിനെയും വെച്ച പാട്ട്. ആ മൈനകം. അതല്ലേ അതല്ലേ. നമ്മുടെ മറ്റേ രവിപുരത്തെ മഞ്ഞ സാരിക്കാരുടെ പേരെന്തായിരുന്നടേ? നല്ല മഴ, വിളിക്കട്ടാവളാ. നീ ഒന്ന് പോയ ശിവ, ഇനി ഞങ്ങളെ കൂടി പ്രലോഭിപ്പിക്കും. അടിക്ക് ബൈ. കുഴിയിൽ വേണ്ട ഓടിക്ക്. കണ്ട സൂപ്പർവൈസറെ, മെയിൻ സ്വിച്ച് ഓഫാണ്. ഓരോരുത്തർ തോന്നല് ഞാൻ പോണു. നിൽക്കണേ, ഞാനും പറഞ്ഞു.
ചില്ലും വിതറി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണു സംഗമം എങ്ങാണു സംഗമം. ദൈവമേ പ്രിൻസി ആയിരിക്കും സാറേ. താനായിരുന്ന സേവിച്ച പേടിച്ച് ചത്തേനല്ലോ. സാറേ, ഒരു എമർജൻസി. നമ്മുടെ D1 ഇംഗ്ലീഷ് ക്ലാസ്സിലെ തെരേസ എന്ന് പറഞ്ഞ പെൺകുട്ടി ഞങ്ങളിപ്പോൾ സ്റ്റീഫൻ ലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിലാണ്. കുറച്ചു മുമ്പാണ് ഇവിടെ ഒരു പെൺകുട്ടിയെ ദുരൂഹമായ സാഹചര്യത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. പെട്ടെന്ന് വിവരം കേട്ടാണ് ഞങ്ങൾ വന്നേക്കണേ. ഞങ്ങളെയാണെങ്കിൽ അകത്തോട്ട് കയറ്റി വിടുന്നു പറഞ്ഞിട്ടാണ് പോയത്. ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പെൺകുട്ടിയെ ദുരൂഹമായ സാഹചര്യത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. DCP ഹരീഷ് മാധവ് ഇവിടേക്ക് പുറപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാഹചര്യം വെച്ച് പെൺകുട്ടിക്ക് വളരെ ഗുരുതരമായ പരിക്കുകൾ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. Yeah, I'm here, sir. I'll brief you soon. 15 minutes, max. Okay, sir. Yeah. What's her status? ഷീസ് അൺകോൺഷ്യസ് നൗ. റേപ്പാണ്. കഴുത്തിൽ മെറ്റൽ ചെയിൻ പോലെ എന്തോ കൊണ്ട് സ്ട്രാങ്കുലേഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഷീസ് അണ്ടർ ഒബ്സർവേഷൻ ആൻഡ് കോമ ഇസ് എ പോസിബിലിറ്റി. മറ, എൻ്റെ മോൾക്ക് എന്ത് പറ്റി? ഒന്നുമില്ല സാർ. എൻ്റെ മോള് ഒന്നുമില്ല. എവിടെ 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 എൻ്റെ മോള്? സാർ ICUലാണ്. ICU? വാട്ട് ആർ യു സേയിങ്? ഷീസ് ഇൻ ദി ICU. സാർ ഒബ്സർവേഷനാണ്. എന്താണ്? ഒന്നുമില്ല. ടെൻഷൻ ആവണ്ട സാർ, ഇരിക്കാം. സാർ, അത് തെരേസയുടെ ഫാദറാണ്. Somebody tell me something. കുഴപ്പമൊന്നുമില്ല സാർ. No. സാർ, എനിക്ക് തെരേസ കാണണം. എനിക്കെന്നെ കാണണം പ്ലീസ്. ഞാനൊന്ന് കണ്ടോട്ടെ. ഒന്ന് കാണിക്കൂ പ്ലീസ്. എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഞങ്ങളൊരു സംശയത്തിൻ്റെ പുറത്ത് തിരിച്ചു പോയി നോക്കിയതാ സാറേ. അല്ലായിരുന്നെങ്കിൽ വാച്ച്മാൻ വന്നാലേ കാണുമായിരുന്നുള്ളൂ. അതും അകത്ത് പോയി നോക്കിയാൽ മാത്രം. ഞാൻ കണ്ടു സാറേ, മിന്നലിൻ്റെ വെളിച്ചത്തിൽ. അയാളെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അയാളെ ഇനി ഒരിക്കൽ കൂടി കണ്ട സലാം തിരിച്ചറിയൂ? ഉറപ്പായിട്ടും സാറേ. സംഗതി ഞാൻ 3 അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫിറ്റല്ലായിരുന്നു. ഇത് കണ്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് കെട്ടിറങ്ങിപ്പോയി. എന്തായാലും ഇനി ഇതൊന്നും പത്രക്കാരോട് പറയാൻ നിൽക്കണ്ട. അറിയാമല്ലോ, അവരുടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറകിൽ നിന്ന് മാറത്തില്ല. ഇപ്പോൾ കിട്ടിയത് കൊച്ചിയിൽ വെച്ച് കോളേജ് വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടു. പോലീസ് അന്വേഷണം ആരംഭിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ആക്രമണത്തിനിരയായ പെൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. വാച്ച്മാൻ സാർ, അത് സലാം പറഞ്ഞതുപോലെ തന്നെയാണ്. വൈകിട്ട് പണിക്കാർ പോകുമ്പോൾ 7 മണിയാവും. അയാൾ ഏകദേശം 9 മണിക്കാണ് എത്താറ്. രാവിലെ ഒരു 8 മണി വരെ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് എ റാൻഡം ആക്ട്. പലതിൻ്റെയും ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് സാർ.